നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കല്യാണം കഴിഞ്ഞ് പുതിയതായിട്ട് വന്ന കുട്ടികൾക്കോ അല്ല പിന്നെ കുറച്ച് പേർക്ക് ഇത് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. തൈര് ഉണ്ടാക്കിയിട്ട് അവരെന്താക്കും, ഇത് അതിൻ്റെ മുകളിൽ കൂടെ പാലിൻ്റെ പാട എടുത്തിട്ട് വെണ്ണ ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പാൽ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന പാട എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതുണ്ടാക്കാം, വെണ്ണ എടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് ഇത് വന്നിട്ട് കുറേ ദിവസം കൊണ്ട് ഞാൻ എന്താ പറയുക, ഇത് മലായി പാലിൻ്റെ ഈ പാടകൾ കൂട്ടി എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ച ഒരു ഇത് പാലിൻ്റെ പാടയാണ്. ഇത് ഓൾമോസ്റ്റ് 2 മാസം ആയിട്ടുണ്ടാവും ഞാൻ എടുത്തു വെച്ചത്. ഇത് രാവിലെ തന്നെ എടുത്ത് മാറ്റി വെച്ചത്. എന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ വെക്കണം. ഇത് കുറച്ച് കൂട്ടി ഫ്രീസറിൽ വെക്കണം. ഇതെടുത്ത് രാവിലെ തന്നെ എടുത്ത് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ അത് നല്ലതായിട്ട് ഇതായിട്ടുണ്ട്. എന്ത് ഐസൊക്കെ പോയിട്ട് നമുക്ക് വെണ്ണ എടുക്കാനുള്ള രീതിയായിട്ട് നമ്മളിതിപ്പോൾ വെണ്ണ എടുക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിപ്പോൾ മിക്സിയിലോട്ട് എടുത്തിടാം. മിക്സിയിലോട്ട് എടുത്തിട്ടിട്ട് ഇത്ര വേണ്ട ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഇടുക. ഇട്ടിട്ട് ഇതോട് പിള്ളം വെച്ചിട്ട് നമുക്കിത് കുറച്ച് ഐസിൻ്റെ വെള്ളം വേണം. ആ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഞാൻ എടുത്തുകൊണ്ട് വരാം. ഇത് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണ്. ഫ്രീസറിൽ കണ്ടോ, ഈ ഫ്രീസറിൽ വെച്ചിട്ടുള്ള വെള്ളമാണ്. ഫ്രീസറിൽ വെച്ച വെള്ളമാണെങ്കിൽ നമുക്ക് വെണ്ണ വന്നിട്ട് അലിയാതെ കണ്ട് പെട്ടെന്ന് നല്ല ഇതായിട്ട് ഉണ്ട പിടിച്ചിട്ട് കിട്ടും. ഇത് ഞാൻ അരയ്ക്കാം. നെയ്യായിട്ട് അങ്ങ് വന്നേക്കുക. ഞങ്ങൾക്ക് മീൻസ് പണ്ടൊക്കെ ഈ കൈ വെച്ചിങ്ങനെ തിരിച്ചെടുക്കേണ്ട കാര്യമാണ്. ഇപ്പം അങ്ങനെ തിരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കും. ഒരു 15 മിനിറ്റിൽ അടിക്കണം. അപ്പോഴേ ഇത് ഇതുപോലെ വരത്തുള്ളൂ. ചില സമയത്ത് ഇങ്ങനെ കെട്ടിയായിട്ടിരിക്കും. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ട് പേടിക്കരുതോ ഇതൊന്നും ആകത്തില്ല എന്ന് പറഞ്ഞിട്ട് കളയൊന്നും ചെയ്യരുത്. ഒരു 10-15 മിനിറ്റ് എന്തായാലും അടിച്ചാലും ഇതുപോലെ വരത്തുള്ളൂ. ഇതുപോലെ വന്നു കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. അപ്പം ഞാനിതെടുത്തിട്ട് ഐസിൻ്റെ വെള്ളമല്ലേ അതിനകത്ത് അങ്ങോട്ട് ഇടാം. നല്ല ഒന്നൊന്നരായിട്ട് സാധനം ഇതിങ്ങനെ കിടക്കട്ടെ. മറ്റെല്ലാം കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇതെല്ലാം കഴിഞ്ഞു കൂട്ടുകാർ. ഇതെല്ലാം എടുത്തു ഞങ്ങൾ വെണ്ണ എല്ലാം എടുത്ത് ഐസിൻ്റെ വെള്ളത്തിനകത്ത് ഇട്ട് വെക്കുന്നത്. പർട്ടിക്കുലറായിട്ട് ഞങ്ങൾ എന്തൊക്കെയായാലും ഐസ് വെള്ളത്തിൽ തന്നെ ഇടണം. ഐസ് വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ഒരുമാതിരി ഭയങ്കര സോഫ്റ്റായിട്ട് നിൽക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് മിക്സിക്കകത്ത് അരയ്ക്കുമ്പോഴും ഐസ് വെള്ളം കമ്പൽസറി ഒഴിക്കണം. അല്ലെങ്കിൽ ഒരുമാതിരി വെള്ളം പോലെ നിൽക്കും. നമുക്ക് ഇത്ര അരച്ചാലും കിട്ടത്തില്ല. അതുകൊണ്ട് മിക്സിക്കകത്ത് അരയ്ക്കുമ്പോഴും ഐസിൻ്റെ വെള്ളം ഒഴിക്കണം. ഇത് ഞങ്ങളത് വെണ്ണ എടുത്ത് കഴിഞ്ഞിട്ടായിട്ട് പാത്രത്തിനകത്ത് ഇടുമ്പോഴും ഇത് ഐസിൻ്റെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇത് ഒരു പ്രാവശ്യം ഞങ്ങളത് എന്നിട്ട് 2 പ്രാവശ്യം നമുക്ക് കഴുകിക്കളയണം. എന്നൊക്കെ അതിനകത്ത് പാലിൻ്റെ ഇതൊക്കെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് വെണ്ണയ്ക്കകത്ത് ഒരു സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 പ്രാവശ്യം ഒന്ന് കഴുകിയിടണം. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം ഓൾറെഡി കഴുകി വെച്ചതാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് കഴുകാം. ഒന്നുകൂടെ കഴുകിയാൽ ആ പാലിൻ്റെ ഇത് അങ്ങോട്ട് മാറും. ഒന്നുകൂടെ കഴുകാം. നമുക്ക് കഴുകിയിട്ട് പാലിൻ്റെ ഇതുണ്ടല്ലോ അത് നമുക്ക് ഒന്നുകൂടെ കഴുകുമ്പോൾ ഇത് കഴുകി സൂക്ഷിച്ചില്ല. ഇത് കണ്ടോ കഴുകി. അപ്പം ഞങ്ങളിതെടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങ് ചൂടാക്കി നെയ്യാക്കിയിട്ട് എടുക്കാം. പാലിൻ്റെ ഇത് പോയിട്ടിട്ട് ഞങ്ങളത് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. വേറെ 2 ഏലക്കയും കൂടെ ഇടാം. പിന്നെ അങ്ങനെ സാധാരണ നമുക്ക് ചൂടാക്കി എടുക്കാം. ഇപ്പം ഞങ്ങൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കൂട്ടുകാർ. ഇതിപ്പോൾ അടുപ്പത്ത്
അടുപ്പത്ത് വെച്ച് നമുക്ക് നെയ്യായിട്ട് എടുത്തിട്ട് വീണ്ടും തിരിച്ചു തരാം. ഓക്കെ, മെൽറ്റാവാൻ തുടങ്ങി സുഹൃത്തുക്കളെ. ഇനി കുറച്ചും കൂടെ സമയം വേണ്ടി വരും. കുറഞ്ഞ ഒരു അരമണിക്കൂറേലും വേണം ഇത് വറ്റിയൊക്കെ വരാൻ, നെയ്യ് കൊണ്ടിട്ട് വരാൻ. ഓക്കെ, ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് കൂട്ടുകാരെ. ഇതിപ്പോൾ ആയിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഇനി കുറച്ചും കൂടെ വേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഒരു 10-15 മിനിറ്റും കൂടെ ആയി കഴിഞ്ഞപ്പോൾ എണ്ണ ഇങ്ങനെ തെളിച്ച് വരും. അപ്പം നമുക്കിത് ഇറക്കി വെച്ചിട്ട് അങ്ങോട്ട് ബോട്ടിലിൽ ഏതിലാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തൊഴിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കഴിഞ്ഞു ഉണ്ടോ? വെണ്ണയിൽ നിന്ന് നെയ്യായി. വെണ്ണയിൽ നിന്ന് നമുക്ക് വെണ്ണ വേണമെങ്കിൽ വെണ്ണ വെക്കാൻ ബട്ടറിലോ മറ്റേ ബ്രെഡിനൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നല്ല ആയിട്ട് ഒന്നാന്തര നെയ്യായി കിട്ടും. ഇതിനകത്ത് വേണമല്ലേ ഇലക്ക വേണമെന്നവരിടാം. ഇലക്ക് എടുത്ത് ബോട്ടിലിനകത്ത് ഇടും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അറിയാത്ത പിള്ളേർക്ക് വേണ്ടി ഇത് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അറിയുന്നവർ വഴക്ക് പറയരുത്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്കും ഒരു ഷെയറും തന്നിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. നന്ദി, നമസ്കാരം.